അന്റാർട്ടിക്കയിൽ ചിലവഴിച്ച അതുല്യ ദിവസങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. മറക്കാനാവാത്ത അനുഭവങ്ങളുമായി സന്തോഷവും ചെറിയ വിഷാദവും ചേർന്ന മനസ്സോടെ വെളുത്ത ഭൂഖണ്ഡത്തോട് വിട പറഞ്ഞ് ഞാൻ പുതിയ ഓർമ്മകളുമായി മടങ്ങുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ അന്റാർട്ടിക്കൻ സോളോ ട്രിപ്പിൻ്റെ 16ാമത്തെ എപ്പിസോഡ്. ആൽബർട്ടോസ് എക്സ്പെഡിഷൻ എന്ന യാത്രാക്കപ്പലിൽ ഞാൻ അന്റാർട്ടിക്കയ്ക്ക് നടത്തിയ യാത്രയുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ക്രൂയിസ് കപ്പൽ ഇപ്പോൾ ശാന്തമായി ബേഗൽ ചാനലിലൂടെ ഉഷുവായ ലക്ഷ്യമാക്കി മുന്നേറുന്നു. കപ്പലിൻ്റെ വലതുവശത്ത് ചില്ലിയുടെ തീരങ്ങളും ഇടതുവശത്ത് അർജന്റീനയുടെ മലനിരകളും തെളിഞ്ഞു കാണാം. പ്രകൃതിയുടെ അതുല്യമായ ഈ സംഗമം മനസ്സിനെ അതിശയിപ്പിക്കുന്നതും ഒരേ സമയം വിഷാദം നിറയ്ക്കുന്നതുമാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച അന്റാർട്ടിക്കയുടെ ഓരോ നിമിഷവും ഇപ്പോൾ മനസ്സിലൂടെ തിരമാല പോലെ ഒഴുകിക്കടക്കുകയാണ്. മഞ്ഞുപാളികൾക്കിടയിൽ സഞ്ചരിച്ച ആ നിമിഷങ്ങൾ, തിമിംഗലങ്ങൾ ശ്വാസം വിടുന്ന കാഴ്ചകൾ, പെൻഗ്വിനുകളുടെ നിഷ്കളങ്കമായ ചുവടുകൾ, അവസാനമില്ലാത്ത വെളുത്ത നിശബ്ദത, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അനുഗ്രഹം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അന്റാർട്ടിക്കയുടെ അതുല്യമായ സൗന്ദര്യം ആസ്വദിച്ച ഈ യാത്രയിൽ ഇന്ത്യൻ പതാക അവിടെ ഉയർത്താൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാന നിമിഷങ്ങളിലൊന്നായി ഞാൻ കരുതുന്നു. ലോകത്തിൻ്റെ അറ്റത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പാറുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് ജീവിത സാഫല്യം അനുഭവിക്കുകയായിരുന്നു. ഈ യാത്ര ഒരു വിനോദസഞ്ചാരം മാത്രമായിരുന്നില്ല, ഇത് ഒരു ആത്മയാത്രയായിരുന്നു. പ്രകൃതിയുടെ മഹത്വത്തിനു മുന്നിൽ മനുഷ്യൻ എത്ര ചെറുതാണെന്ന് പഠിപ്പിച്ച അനുഭവം, ശാന്തതയുടെ അർത്ഥം മനസ്സിലാക്കിയ ദിനങ്ങൾ, ലോകത്തിൻ്റെ അറ്റത്ത് നിന്നുകൊണ്ട് ജീവിതത്തെ പുതുതായി തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ. ഇപ്പോൾ കപ്പൽ ഉഷുവായിലേക്ക് അടുക്കുമ്പോൾ മനസ്സിൽ ഒരു വിചിത്രമായ നിശബ്ദതയാണ് നിറയുന്നത്. യാത്ര അവസാനിക്കുകയാണ് എന്ന സത്യം മനസ്സിൽ പൂർണ്ണമായി സ്വീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും കഴിയുന്നില്ല. ഇപ്പോൾ സമയം സന്ധ്യയോട് അടുത്തിരിക്കുന്നു. ഞാൻ യാത്ര ചെയ്ത കപ്പൽ യുഷുവ സീപോർട്ടിൽ പാർക്ക് ചെയ്തു കഴിഞ്ഞു. ഈ കപ്പലിൽ ഒരുമിച്ച് യാത്ര ചെയ്ത സഹയാത്രികർ, സ്നേഹത്തോടെ പരിചരിച്ച ക്രൂ അംഗങ്ങൾ എല്ലാവരും ഇനി ഓർമ്മകളുടെ ഭാഗമായി മാറുകയാണ്. ഒരു വശത്ത് വീട്ടിലേക്ക് മടങ്ങുന്ന സന്തോഷം, മറുവശത്ത് അന്റാർട്ടിക്കയോട് വിട പറയേണ്ടി വരുന്ന വേദന. ഇരുവരും ചേർന്ന് ഹൃദയത്തെ നിറയ്ക്കുന്നു. ബേഗൽ ചാനലിൻ്റെ ശാന്തമായ ജലത്തിൽ കപ്പൽ മുന്നോട്ട് നീങ്ങി ഇവിടെ അടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ച ഓരോ തിരയും വിടവാങ്ങൽ സന്ദേശം തരുന്ന പോലെ തോന്നി. വീണ്ടും കാണാം എന്ന് അന്റാർട്ടിക്ക മൗനമായി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാനും മനസ്സിൽ അതേ മറുപടി നൽകുന്നു. അതെ, വീണ്ടും വരാം ഒരിക്കൽ കൂടി. ലോകത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തു നിന്നും ഹൃദയം നിറഞ്ഞ നന്ദിയോടെ അന്റാർട്ടിക്കയോട് ഒരു നിശബ്ദ വിട പറച്ചൽ. നാളെ രാവിലെ എനിക്ക് ഈ ഷിപ്പിൽ നിന്നും ഇറങ്ങേണ്ടി വരും. എൻ്റെ ബാഗേജുകളെല്ലാം ഞാൻ പാക്കേജ് ചെയ്ത് കഴിഞ്ഞു. രാവിലെ തന്നെ ഷിപ്പിൽ നിന്നും ഓരോ ഗ്രൂപ്പായും യാത്രക്കാർ ഇറങ്ങിത്തുടങ്ങി. അവരവർക്കായി നിശ്ചയിച്ചിരുന്ന ബസ്സുകളിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട്. ഞാനും പതുക്കെ കപ്പലിൽ നിന്നും ഇറങ്ങുമ്പോൾ മനസ്സ് ഒരുപാട് ഓർമ്മകളും ചെറിയ വിഷാദവും നിറഞ്ഞിരുന്നു. ഈ ദിവസങ്ങളോളം ഒരുമിച്ച് ചെയ്ത സഹയാത്രികരോടും സ്നേഹത്തോടെ പരിചരിച്ച ക്രൂ അംഗങ്ങളോടും ഹൃദയം നിറഞ്ഞ യാത്ര പറഞ്ഞു. ഒരു യാത്ര അവസാനിക്കുമ്പോൾ അതിൻ്റെ ഓർമ്മകൾ മാത്രമാണ് നമ്മോടൊപ്പം എന്നും തുടരുന്നത്. എൻ്റെ ഈ ഷിപ്പിനോടും ഈ യാത്ര മനോഹരമാക്കിയ സഹയാത്രികരോടും എന്നും സ്നേഹത്തോടെ പരിചരിച്ച ക്രൂ അംഗങ്ങളോടും വിട പറയുന്നത് എനിക്ക് ഏറെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവർ എല്ലാവരും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരുന്നു. അവരെല്ലാവരും താഴെ ക്രൂ അംഗങ്ങളെല്ലാവരും നിരന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ടാറ്റ നൽകി വളരെ ഊഷ്മളമായ യാത്രയപ്പാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഹൃദയം പൊട്ടുന്ന കാഴ്ചകളാണിത്. എങ്ങനെ ഇവരുടെ യാത്ര പറയും? വീണ്ടും ജീവിതത്തിൽ ഇതുപോലെ സന്ദർഭം കിട്ടുമോ ഇല്ലയോ? ഓരോ ചിരിയും ഓരോ സംഭാഷണവും ഓരോ സഹായവും ഇപ്പോൾ മനസ്സിൽ അമൂല്യമായ ഓർമ്മകളായി നിലകൊള്ളുന്നു. വിട പറയുമ്പോൾ മനസ്സ് നിറഞ്ഞ നന്ദിയും ചെറിയൊരു വിഷാദവും മാത്രമായിരുന്നു മനസ്സിൽ ഉള്ളത്. ബസ്സിനടുത്ത് എത്തിയപ്പോൾ ഞാൻ അറിയാതെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി എൻ്റെ കപ്പലിനെ. ആ കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ഓർമ്മകളും ഒരു നിമിഷത്തിലൂടെ മനസ്സിലൂടെ ഒഴുകി വന്നു. ചിരികളും സാഹസങ്ങളും നിശബ്ദമായ രാത്രികളും അന്റാർട്ടിക്കയുടെ അത്ഭുത കാഴ്ചകളും എല്ലാം കപ്പലിനൊപ്പം തന്നെ നിന്ന് തോന്നുന്നു. വിട പറയാൻ മനസ്സ് തയ്യാറാവുന്നില്ല. പക്ഷേ ജീവിതത്തിലെ ചില യാത്രകൾ അങ്ങനെ തന്നെയാണ്. അവസാനിച്ചാലും ഒരിക്കലും മനസ്സിൽ നിന്ന് അകലാത്തത്. ബസ്സിൽ കയറി ഞാൻ യാത്രയായി. ജാലത്തിലൂടെ നോക്കുമ്പോൾ എൻ്റെ കപ്പൽ പതുക്കെ എന്നിൽ നിന്നും അകന്ന് പോകുന്നതായി തോന്നുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേ കപ്പലിലേക്കാണ് പ്രതീക്ഷകളോടെ ഞാൻ കയറിയത്. ഇന്ന് അതിൽ നിന്നും ഓർമ്മകളുമായി ഞാൻ മടങ്ങുകയാണ്. ബസ്സിനുള്ളിൽ പരിപൂർണ്ണ നിശബ്ദതയായിരുന്നു. ഓരോരുത്തരും തങ്ങളുടെ അനുഭവങ്ങളും വിടപറച്ചിലുകളും വികാരങ്ങളിലും മുഴുകിയിരിക്കുകയാണ്.
യാത്ര തുടങ്ങിയ ദിവസം ഞങ്ങളെ എവിടെ നിന്നാണോ പിക്കപ്പ് ചെയ്തത്, ഇപ്പോൾ അതേ സ്ഥലത്തേക്കാണ് ഞങ്ങളെ വീണ്ടും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ മടങ്ങി വരവ് പഴയതുപോലെ അല്ല. കാരണം അന്റാർട്ടിക്ക എന്ന അത്ഭുത ഭൂഖണ്ഡം എൻ്റെ മനസ്സിൽ ഒരിക്കലും മായാതെ അടയാളം പതിച്ചു കഴിഞ്ഞു. ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഉഷുവായുടെ തണുത്ത കാറ്റും മലനിരകളുടെ നിശബ്ദതയും ജാലകത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒഴുകി പൊരുന്നു. മനസ്സിൽ ഇപ്പോഴും അന്റാർട്ടിക്കയുടെ വെളുത്ത ലോകം തന്നെ നിറഞ്ഞു നിൽക്കുന്നു. ഈ യാത്രയിൽ ഞാൻ കണ്ട കാഴ്ചകൾ മാത്രമല്ല, ജീവിതത്തെ മറ്റൊരു കണ്ണിലൂടെ കാണാനുള്ള ഒരു അവസരമായിരുന്നു ഈ യാത്ര എനിക്ക്. പ്രകൃതിയുടെ മഹത്വത്തിന് മുന്നിൽ മനുഷ്യൻ എത്ര ചെറുതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ, ശാന്തതയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയ ദിനങ്ങൾ. ബസ് അതേ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പഴയ ആളായി അല്ല മടങ്ങുന്നത് എന്ന് എനിക്ക് വ്യക്തമാണ്. ഈ യാത്ര എന്നെ മാറ്റിയിരിക്കുന്നു, ചിന്തകളിലും മനസ്സിലും ജീവിതത്തെ കാണുന്ന രീതികളിലും. അന്റാർട്ടിക്ക ഒരു യാത്രയായി തുടങ്ങി, പക്ഷേ ഒരു അനുഭവമായി മാറി. അവസാനം ഇത് ഒരു വികാരമായി ഹൃദയത്തിൽ സ്ഥിരതാമസമാക്കി. ഇപ്പോൾ ഞാൻ മടങ്ങുകയാണ്, പക്ഷേ എൻ്റെ ഒരു ഭാഗം ഇപ്പോഴും അവിടെയുണ്ട്. ആ മഞ്ഞിൻ്റെ നിശബ്ദതയിൽ, ആ തിരമാലകളുടെ സംഗീതത്തിൽ, ആ വെളുത്ത ഭൂഖണ്ഡത്തിൽ, അതിൻ്റെ അത്ഭുത സൗന്ദര്യത്തിൽ. ജീവിതത്തിൽ ചില യാത്രകൾ അവസാനിക്കില്ല. അവ ശരീരത്തോടെ അവസാനിച്ചാലും ഹൃദയത്തിൽ അവ എന്നും തുടരും. അന്റാർട്ടിക്ക എന്നോട് പറഞ്ഞ ആ വിടവാങ്ങൽ ഒരിക്കൽ വീണ്ടും കാണാമെന്ന് ആ പ്രതീക്ഷയോടെ വീണ്ടും ഞാൻ യാത്ര തുടരുന്നു. ബസ്സിൽ നിന്നിറങ്ങിയ ഞാൻ ഉഷുവായുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ബുക്ക് ചെയ്തിരുന്ന ഹോസ്റ്റലിലേക്ക് നടന്നു തുടങ്ങി. നടന്നെത്താവുന്ന ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നഗരത്തിൻ്റെ ശാന്തതയും തണുത്ത കാറ്റും കൂടുതൽ അടുത്തറിഞ്ഞു. വഴിയരികളിൽ കാണുന്ന ചെറിയ വീടുകളും തെരുവുകളും എല്ലാം മനസ്സിൽ ഒരു പ്രത്യേക അനുഭൂതി സൃഷ്ടിക്കുന്നു. അന്റാർട്ടിക്കയുടെ അത്ഭുതങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയ എനിക്ക് ഉഷുവായുടെ ഈ നിശബ്ദത, സൗന്ദര്യവും ഒരു സാന്ത്വനമായി തോന്നുന്നുണ്ട് ഇപ്പോൾ. ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും, യാത്ര അവസാനിച്ചുവെന്ന സത്യം മനസ്സിലാക്കുമ്പോഴും, ഈ നഗരവും ഇതിൻ്റെ ഓർമ്മകളും എൻ്റെ ജീവിതത്തിൽ മറ്റൊരു മനോഹരം അധ്യായമായി മാറുന്നു. ഹോസ്റ്റലിലെത്തിയ ഞാൻ ചെക്കിംഗ് എല്ലാം പൂർത്തിയാക്കി കുറച്ച് വിശ്രമിച്ചു. അതിനുശേഷം എൻ്റെ ലഞ്ച് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് എൻ്റെ ഉഷുവായിൽ നിന്നുള്ള അവസാനത്തെ ലഞ്ച്, അതാണ് ഇത് ഈ കാണുന്നത്. ഭൂമിയുടെ തെക്കേ അറ്റത്ത് ജനവാസ കേന്ദ്രത്തിൽ നിന്നും ഞാൻ അവസാനമായി കഴിക്കുന്ന ഫുഡാണ് ഇത്. അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു ഊബർ വിളിച്ചു ഞാൻ എയർപോർട്ടിലേക്ക് യാത്രയായി. ഉഷുവായുടെ തണുത്ത പ്രഭാതം, മലനിരകളുടെ മൗനം, കടലിൻ്റെ ഈർപ്പമുള്ള കാറ്റ് എല്ലാം ചേർന്ന് യാത്രയ്ക്ക് ഒരു പ്രത്യേക ഭാവം കിട്ടി. കാറിൻ്റെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഡ്രൈവർ ഉഷുവായെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. ലോകത്തിൻ്റെ അറ്റം എന്നറിയപ്പെടുന്ന ഈ നഗരം അന്റാർട്ടിക്കയിലേക്കുള്ള പ്രധാന കവാടമാണെന്ന് അദ്ദേഹം അഭിമാനത്തോടെയാണ് പറഞ്ഞത്. ഇവിടുത്തെ ജീവിതം കാലാവസ്ഥയോട് ചേർന്നതാണ്. മഞ്ഞും കാറ്റും കടലും ഇവിടെ മനുഷ്യരുടെ ദിവസചര്യകളുടെ ഭാഗമാണ്. ടൂറിസവും ക്രൂയിസ് യാത്രകളും ഇവിടെ പ്രധാന വരുമാന മാർഗമാണെന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്താറുണ്ടെന്നും അദ്ദേഹം അഭിമാനത്തോടുകൂടി എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ബീഗൽ ചാനലിൻ്റെ സൗന്ദര്യവും നാഷണൽ പാർക്ക്, മഞ്ഞുമലകളുടെ അത്ഭുത കാഴ്ചകൾ ഇതെല്ലാം ഉഷുവായെ വ്യത്യസ്തമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ കണ്ട ഓരോ കാഴ്ചയും മനസ്സിൽ വീണ്ടും തെളിഞ്ഞു വന്നു. ഇവിടെ താമസിക്കുന്നവർക്ക് പ്രകൃതിയോട് പോരാടാനും അതിനെ സ്നേഹിക്കാനും ഒരുപോലെ പഠിക്കേണ്ടി വരും എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ മനസ്സിലാക്കിച്ച പലതും. എയർപോർട്ടിലേക്ക് കാർ അടുക്കും തോറും ഈ നഗരം വെറും ഒരു യാത്രയുടെ തുടക്കമോ അവസാനമോ മാത്രമല്ല, മറക്കാനാവാത്ത അനുഭവങ്ങളുടെ ഒരു വാതായനമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഉഷുവായെ പിന്നിലാക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് യാത്രയാകുകയാണ്. പക്ഷേ ആ നഗരത്തിൻ്റെ നിശബ്ദതയും അതിൻ്റെ തണുത്ത സൗന്ദര്യവും എൻ്റെ മനസ്സിൽ എപ്പോഴും കാണും. ഈ യാത്രയുടെ അവസാനത്തിലേക്ക് നീങ്ങുമ്പോഴും മനസ്സിൽ ഇപ്പോഴും ആ എക്സ്പെഡീഷൻ ദിവസങ്ങളുടെ തിരമാലകൾ അവസാനിക്കുന്നില്ല. കാർ മുന്നോട്ട് പോകുന്നു, പക്ഷേ എൻ്റെ ഓർമ്മകൾ ഇപ്പോഴും പിന്നിലാണ്. ആ കപ്പലും ആ മഞ്ഞുപാളികളും ആ നിശബ്ദമായ വെളുത്ത ലോകവും തന്നെ. കാർ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഉഷുവായുടെ തണുത്ത കാറ്റ് ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ യാത്രയുടെ മറ്റൊരു അധ്യായം തുടങ്ങാനിരിക്കുകയാണ് എന്നെനിക്ക് ബോധ്യം വരുന്നുണ്ട്. ഇവിടെ എത്തിയത് ഒരു സാധാരണ യാത്രക്കാരനായിട്ടായിരുന്നു ഞാൻ 2 ആഴ്ച മുൻപ്. പക്ഷേ ഇപ്പോൾ മടങ്ങുന്നത് അനവധി അനുഭവങ്ങളും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകളുമായിട്ടാണ്. അന്റാർട്ടിക്കയുടെ അത്ഭുത ലോകം കണ്ട കണ്ണുകളും ബേഗൽ ചാനലിൻ്റെ ശാന്തതയും അനുഭവിച്ച മനസ്സും ഇപ്പോൾ വീണ്ടും അടുത്ത യാത്രയ്ക്കായി തയ്യാറാകുകയാണ്. എയർപോർട്ടിലെ ഈ തിരക്കിനിടയിലും മനസ്സിൽ ഒന്ന് മാത്രം നിശബ്ദയായി ഓർക്കുന്നു. ആ ഒരു വലിയ സ്വപ്നം പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷവും അതിനെ വിട്ടുപോകേണ്ടി വരുന്ന ചെറിയ വിഷാദവും. തുടർഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.